മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. പള്ളുരുത്തി നമ്പ്യാപുരത്ത് കള്ളവോട്ട്, ഒരാൾ പിടിയിൽ. ഈ ഒരു അടുത്ത കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയൊന്നും നടത്തേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിഭ്രാന്തി നിറഞ്ഞ പ്രവർത്തനങ്ങളാണ്. കള്ളവോട്ട് ചെയ്തു, ആളെ കൈയോടുകൂടി പിടിച്ചു, അവിടെ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഷിപ്പിലുള്ള ഒരാൾ, വിദേശത്തുള്ള ഒരാളുടെ വോട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് UDF പ്രവർത്തകർ അക്കാര്യത്തിൽ വളരെ വിജിലൻ്റാണ്. അവർ വോട്ടർമാരെ അറിയാം, എല്ലാവരെയും അറിയാം, കൃത്യമായി അത് പരാതിപ്പെട്ടിട്ടുണ്ട്. ആളെ പിടിച്ച് അത് നിയമ നടപടികൾ, തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നു. ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെമ്പാടും CPM-നെതിരായിട്ടുള്ള ഒരു വലിയ ഭരണവിരുദ്ധ തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ CPM തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്പ്രഭമാകുന്ന ഒരു റിസൾട്ടായിരിക്കും 13-ാം തീയതി ഉണ്ടാവുക. അത്തരത്തിലുള്ള ഒരു ജനകീയ കോടതിയുടെ വിധിയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ ഇത്രയധികം ജനങ്ങളെ ദ്രോഹിച്ച ഒരു സർക്കാരിനെതിരായി ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ കിട്ടിയ ഒരവസരമാണ് ഈ ജനാധിപത്യ അവകാശ വോട്ട്. അത് ജനങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയം അത്രയും ഏകദേശം 65% പോളിംഗ്, ഏകദേശം 70% പോളിംഗ് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എറണാകുളത്ത് അത് എല്ലാ തലങ്ങളിലും, പഞ്ചായത്തുകളിലും, മുനിസിപ്പാലിറ്റികളിലും, കോർപ്പറേഷനിലും അത്തരത്തിലുള്ള ഒരു പോളിംഗ് ശതമാനം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ജനങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചിട്ടാണ് വരുന്നത്: ഈ സർക്കാരിനെതിരായി പ്രതിഷേധിക്കുക, ഈ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള അവരുടെ ആദ്യത്തെ ശ്രമത്തിൻ്റെ ഫലമായിരിക്കും 13 ഈ പോലീസിന്റെ കൂടെ ഒത്താശ ഉണ്ടെന്ന് പറയുന്നു, പലപ്പോഴും നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ. അല്ല, പോലീസ് മാത്രമല്ല, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനം നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനം CPM നടത്തിയത് വീടുകൾ കയറിയ ആളുകളെ കണ്ടിട്ടല്ല. പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ കോർപ്പറേഷനിൽ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത് ജീവനക്കാരെയും ഉപയോഗപ്പെടുത്തിയിട്ടാണ്. ആ തെമ്മാടികൾ 100 കണക്കിന് വോട്ടുകളാണ് ഓരോ പ്രദേശത്തും പറ്റിയിട്ടുള്ളത്. അവനെയൊക്കെ കൈയും കാലും തല്ലി ഓടിക്കേണ്ടതാണ് സത്യത്തിൽ. ഈ തെമ്മാടിത്തരം കാണിച്ച ഈ ഉദ്യോഗസ്ഥന്മാരുടെ എത്ര പേരുടെ വോട്ടാണ്? ഏത് ഡിവിഷനിൽ നിങ്ങൾ പോയാൽ അറിയാം. ഒരു കുടുംബത്തിലെ മാതാവിനും പിതാവിനും വോട്ടുണ്ട്, മക്കൾക്ക് ആർക്കും വോട്ടുണ്ട്, അല്ലെങ്കിൽ മക്കൾക്ക് ഒരാൾക്ക് വോട്ടുണ്ട്, മാതാവിനും പിതാവിനും വോട്ടുണ്ട്. ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ വോട്ട് ചെയ്ത ആളുകളും അവിടെ താമസിക്കുന്ന ആളുകളും കാലങ്ങളായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളുകളുമാണ്. അപ്പോൾ തെരഞ്ഞുപിടിച്ച് ഓരോ ഡിവിഷനിലും 100 മുതൽ 250 വരെയുള്ള വോട്ടുകൾ ഏറ്റവും അവസാനത്തെ വോട്ടർ പട്ടിക, ആദ്യം ഇറങ്ങിയ 2 വോട്ടർ പട്ടികയിൽ ഈ ആളുകളുടെ പേരുകളുണ്ടായി. ഏറ്റവും അവസാനം ഇറങ്ങിയ വോട്ടർ പട്ടിക, അതായത് തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഇറങ്ങിയ വോട്ടർ പട്ടിക, ആ വോട്ടർ പട്ടികയിലാണ് ഈ ക്രമക്കേടുകൾ കാണിച്ചിരിക്കുന്നത്. അത് ഏത് തെമ്മാടിയാണെങ്കിലും അവനെ നിയമപരമായും രാഷ്ട്രീയമായും അവരൊക്കെ കൈകാര്യം ചെയ്യും. ഒരു സംശയവും വേണ്ട കാര്യം.